ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉത്തരാസ് കിച്ചണിൽ കാണിക്കുന്നതേ കുക്കിംഗ് ഒന്നുമല്ല. നമ്മൾ എങ്ങനെയാണ് തക്കാളി സൂക്ഷിച്ച് വയ്ക്കാം കൂടുതൽ കിട്ടുന്ന സമയത്ത് അതിനെ കേടാവാതെ നമുക്ക് കുറേ കാലത്തിന് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ, കാണൂ കേട്ടോ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, നമുക്കേ ടൊമാറ്റോ കൂടുതലുള്ള സമയത്ത് നമുക്ക് ഒരുപാട് വിലയുള്ള സമയത്തൊക്കെ നമ്മളധികം മേടിക്കില്ലല്ലോ. അപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പം കുറേ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൊമാറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറേ ഇതുപോലെയുള്ളതിൽ ഇതിപ്പോൾ ഇന്നലെ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇങ്ങനൊരു ബോട്ടിലിൽ ടൊമാറ്റോ ഒക്കെ കഴുകി തുടച്ച് ബോട്ടിലാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇങ്ങനൊരു ഡബ്ബയിലും കൂടെ ആക്കി വയ്ക്കും കേട്ടോ. അപ്പം ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടാവും. അതേപോലെ നമുക്കിങ്ങനെ ടൊമാറ്റോ കുറച്ച് കല്ലുപ്പോ പൊടിയുപ്പോ ഏതായാലും കുഴപ്പമില്ല, കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൂടെ ചേർത്ത് അടിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഈ ബട്ടർ കറികളൊക്കെ ഉണ്ടാക്കില്ലേ, ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ എന്തായാലും ടൊമാറ്റോ അരയ്ക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനത് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറിച്ചിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുറന്നു പോവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം, കണ്ടോ. അപ്പോൾ നമുക്ക് കറികളിലൊക്കെ ഇടാൻ കുറേശ്ശെ എടുത്ത് പുറത്ത് വെച്ച ശേഷം തണുപ്പ് പോയ ശേഷം കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇനി ഞാൻ ഇതേപോലെ മുറിച്ചിട്ടിട്ടും ഈ ബോക്സിലും കൂടെ ആക്കി വയ്ക്കും. പിന്നെ ഇനി കുറച്ച് തക്കാളി തൊക്കുണ്ടാക്കും. അത് വേറെ കുറച്ച് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് നമ്മൾ തൊക്കുണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് പിന്നെ ഊണ് കഴിക്കുമ്പോഴൊക്കെ തൽക്കാലം കറിയില്ലെങ്കിലും നമ്മൾ പോലെയൊക്കെ ചോറിന് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ടൊമാറ്റോ സേവ് ചെയ്ത് വയ്ക്കാം. വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത്, നമ്മൾ കൂടുതൽ മേടിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ടൊമാറ്റോ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് അടുത്തുള്ള ബെല്ലൈക്കണും ഓളും ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വീണ്ടും കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ.